17കാരൻ ക്രൂരമർദ്ദനത്തിനിരയായ പത്തനംതിട്ട ഓമല്ലൂർ എലോഹിം ഗ്ലോബൽ ധ്യാന കേന്ദ്രത്തിനെതിരെ കൂടുതൽ വെളിപ്പെടുത്തലുമായി മുൻ ജീവനക്കാരി. ഇവിടെ അന്തേവാസികൾക്ക് നൽകുന്നത് പഴകിയ ഭക്ഷണമാണ്. ജീവനക്കാർക്ക് ശമ്പളമില്ല. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് വിദ്യാഭ്യാസം വാഗ്ദാനം ചെയ്ത് കൊണ്ടുവരുന്ന കുട്ടികളെ ജോലി ചെയ്യിപ്പിക്കുന്നതായും മുൻ ജീവനക്കാരി പറഞ്ഞു. ഞാൻ ഇവിടെ ഒരു മീറ്റിംഗിന് വന്നായിരുന്നു മെയ് മാസം 16-ാം തീയതി. അപ്പം അങ്ങനെ അവിടെ വെച്ച് ഞാൻ ആദ്യമായിട്ട് ക്ലാസ് കാണുന്നത്. അപ്പം എനിക്ക് ഇച്ചിരി ഫാമിലി ഇഷ്യൂസ് ഉണ്ടായിരുന്നു. പാസ്റ്റർ പറഞ്ഞു. അത് കഴിഞ്ഞപ്പം പാസ്റ്റർ പറഞ്ഞു ഞങ്ങളുടെ ഒരു സഭയിലോട് ചേർന്നോളാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ പിറ്റേ ദിവസം ഇവിടുന്ന് പത്തനംതിട്ട ഓമല്ലൂർ 5 ഓഡിറ്റോറിയത്തിൽ മീറ്റിങ്ങിന് ചെന്നു. ഉച്ചയ്ക്ക് ശേഷം പാസ്റ്ററെ കണ്ടിട്ട് പാസ്റ്റർ പറഞ്ഞു നീ ജോബ് റിസൈൻ ചെയ്ത്. ഞാൻ എറണാകുളത്ത് ഒരു കമ്പനിയിൽ അക്കൗണ്ടൻ്റായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. അവിടുത്തെ ജോബ് റിസൈൻ ചെയ്തിട്ട് ഇങ്ങനെ പോരാൻ പറഞ്ഞു. ഞാനത് ഇവരുടെ വാക്ക് വിശ്വസിച്ച് ഞാൻ ഇവിടുന്ന് അവിടെ ചെന്ന് അന്ന് തൊട്ട് അവരുടെ ഓഫീസിൽ എഡിറ്റിങ്ങിൻ്റെ പരിപാടിയായിരുന്നു, വീഡിയോസ് എഡിറ്റിങ്ങിൻ്റെ പരിപാടിയായിരുന്നു. അപ്പോൾ ഒരാഴ്ച ഞാൻ അവിടെ പോയി കഴിഞ്ഞപ്പോൾ നമുക്ക് അവിടെ എന്തോ അക്സെപ്റ്റഡ് അല്ലായിരുന്നു. കാരണം ഫുഡ് ശരിയല്ല. പിന്നെ അവിടുത്തെ എല്ലാവരുടെയും രീതി നമ്മളവിടെ ഒരു ഭരണത്തിൻ്റെ അടി കൊണ്ടിട്ടേക്കുന്നത്. അതായത് അവർ പറയുന്നത് കേട്ട് നമ്മൾ അവിടെ നിൽക്കേണ്ട ഒരവസ്ഥയാണ്, അടിമയായിട്ട് നിൽക്കേണ്ട ഒരവസ്ഥ. അപ്പം ഫുഡിൻ്റെ ഇഷ്യൂ വന്നപ്പോൾ തലേ ദിവസത്തെ ഫുഡ് നമുക്ക് പിറ്റേ ദിവസം കൊണ്ടുതരും, വൈകിട്ട് കൊണ്ടുതരും, കറിയെല്ലാം ചൂടാക്കി അങ്ങനെ കൊണ്ടുതരുമായിരുന്നു. ഫുഡിൻ്റെ ഇഷ്യൂ വന്നപ്പോഴത്തേക്ക് ഞാൻ പാസ്റ്ററോട് കംപ്ലൈൻറ്റ് ചെയ്തു. പാസ്റ്റർ പറഞ്ഞു ഞാൻ അവരോട് സംസാരിക്കാം എന്ന് പറഞ്ഞു. അതിൻ്റെ പിറ്റേ ദിവസം പാസ്റ്റർ അമേരിക്കയിലെ 2-3 പേര് വന്നപ്പോഴത്തേക്കിന് അവരുടെ കൂടെ വന്ന് ജസ്റ്റ് എല്ലാവരും ഒന്ന് കണ്ടിട്ട് പോയതേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ടാണ് ഈ കൊച്ചിന് ഇഷ്യൂ വരുന്നത്. ഇവനെ രാത്രി പിടിച്ച് അടിക്കുകയൊക്കെ ചെയ്ത് ഭയങ്കര ഇഷ്യൂ ആയിരുന്നു അവിടെ. അപ്പം ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു എന്നാ സംഭവം. ഇത് പുറത്തോട്ട് അറിയത്തില്ലാത്ത രീതിക്ക് റൂമിനകത്തിട്ടാണ് ഇവർ അടിക്കുന്നത്. ഭയങ്കരമാണ് അവിടെ. റെജി എന്ന് പറയുന്ന പുള്ളി മാനേജറാണ്. സിജോ അവിടുത്തെ കാര്യങ്ങൾ നോക്കുന്നില്ല. അവിടെ ബെന്നി കിച്ചണിലെ ആളാണ്. അപ്പോൾ ബെന്നിയും സിജോയുമാണ് മെയിനായിട്ട് ഇവനെ പിടിച്ച് അടിക്കുകയോ ചെയ്തത്. അപ്പം ഇതെല്ലാം കണ്ടു. അന്ന് വൈകിട്ട് എനിക്ക് ഇവനെ കാണാൻ പറ്റില്ല. പിറ്റേ ദിവസം രാവിലെ ഞാൻ ഇവനെ ചെന്ന് നോക്കിയപ്പോഴത്തേക്ക് ഇതിൻ്റെ കാലൊക്കെ അടിച്ച് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്നോട് ഇവൻ പറഞ്ഞു ചേച്ചി എൻ്റെ അമ്മേനെ ഒന്ന് വിളിക്കണം, ഫോൺ തരുമോ എന്ന് ചോദിച്ചു. ഞാൻ ഫോൺ കൊടുത്തു. വിളിച്ച് ഫോൺ എടുത്തില്ല. എന്നോട് പറഞ്ഞു അമ്മ ഫോൺ എടുക്കുന്നില്ല ചേച്ചി, വിളിക്കുവാണെന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അവന് ഞാൻ നോക്കാം, ഞാൻ വിളിക്കാം, ഞാൻ വീട്ടിൽ വിളിച്ച് പറയാടാന്ന് പറഞ്ഞു. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് സങ്കടമായിപ്പോയി. ഞാനത് കഴിഞ്ഞപ്പോൾ എല്ലാ ആൻറ്റിനെ വിളിച്ചുകൊണ്ടിരുന്നു. ഞാൻ ഫോൺ അറ്റൻഡ് ചെയ്തില്ല. വൈകുന്നേരം ഒരു 8 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ ആൻറ്റിക്ക് വാട്സപ്പിൽ ഇവൻ്റെ ഫോട്ടോസ്, ഇവനെ അടിച്ച് പൊട്ടിച്ച പാട് സഹിതമുള്ള ഫോട്ടോസ് ഞാൻ വാട്സപ്പ് ചെയ്തു. എന്നിട്ട് ആൻറ്റിയോട് ഞാൻ പറഞ്ഞു ആൻറ്റിക്ക് മെസ്സേജ് അഥവാ അന്ന് കാണുമല്ലോ, എന്നെ അർജൻറ്റായിട്ട് കോൾ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ആൻറ്റി അന്നേരം എന്നെ രാത്രി വിളിച്ചപ്പോഴത്തേക്കിനും ഞാൻ ചോദിച്ചു കോച്ചിനെ കൊല്ലാനായിട്ടാണ് അവിടെ കൊണ്ട് ഇട്ട് കൊടുത്തതെന്ന് ചോദിച്ചു. നിങ്ങൾക്ക് പറ്റത്തില്ലെങ്കിൽ പറ, വേറെ എവിടെയേലും കൊണ്ട് അതിനെ ഞാൻ നോക്കിക്കോളാമെന്ന് പറഞ്ഞു. കാരണം അവനെ കണ്ടിട്ട് എനിക്ക് തന്നെ സഹിക്കാൻ പറ്റിയില്ല. കാരണം ആ പെട്ട് തള്ളയ്ക്ക് അതിൻ്റെ വേദന എന്നാവുമെന്ന് നമുക്കറിയാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് പറ്റത്തില്ല, എനിക്ക് പറ, ഇല്ല വന്ന് കൊച്ചിനെ വന്ന് ജീവനോടെ വേണം കൊച്ചിനെ വന്ന് കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. അവർ പഠിപ്പിക്കുകയോ ഒന്നും ചെയ്യത്തില്ല. ആ കൊച്ചിനെ രാവിലെ ആകുമ്പോൾ ഒരു 3-4 പേരുണ്ട്. 3-4 പേരെ പിടിച്ച് വലിച്ചഴിച്ചുകൊണ്ട് പണിക്ക് കൊണ്ടുപോകുന്നത്. പ്രായപൂർത്തിയാകാത്ത പിള്ളേരെ കൊണ്ടുപോയി പണിയെടുപ്പിക്കുക, അവിടുത്തെ ഓരോ പണികൾ ചെയ്യുക. സ്റ്റാഫ് അടിസ്ഥാനത്തിലാണ് ആ പിള്ളേരെ അവിടെ നിർത്തിയിരിക്കുന്നത്. പഠിപ്പിക്കുകയൊന്നും ചെയ്യത്തൊന്നുമില്ല. ഇവർ വാഗ്ദാനം മാത്രമേ തരുള്ളൂ. ഇവരെന്തിനാ സ്ഥാപനം നടത്തുന്നത്? പ്രായമുള്ള അമ്മച്ചിമാർക്ക് നല്ല ഫുഡ് കൊടുക്കുന്നില്ല, സമയത്തിന് മരുന്നില്ല, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകത്തില്ല. അമ്മച്ചിമാർ കരഞ്ഞുകൊണ്ട് എന്നോട് പലതവണ എന്നോട് പറഞ്ഞിട്ടുണ്ട് മക്കളെ നീ എന്തിന് ഇവിടെ വന്ന് കിടക്കും, നീ നരകത്തിൽ നിന്ന് മോൻ കരകയറി പോകാൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇവൻ്റെ ഇഷ്യൂസ് കഴിഞ്ഞ് ഇവനെ കൊണ്ടുപോയതിന് ശേഷം അന്ന് രാത്രി ഞാൻ പറഞ്ഞു വന്ന് കൊണ്ടുപോകാൻ പറഞ്ഞു. വെളുപ്പിനെയൊക്കെ ഇവർ വന്ന് അവിടെ ഒന്ന് കൂട്ടിക്കൊണ്ടുപോയി. അതിൻ്റെ പിറ്റേ ദിവസമായിട്ട് ഞായറാഴ്ച പാസ്റ്റർ അവിടെ വന്നു. പാസ്റ്റർ ഫാമിലിയായിട്ട് നൈറ്റ് വന്നിട്ട് എന്നോട് പറഞ്ഞു നീ ഇത് ഇട്ട് കൊടുത്തതെന്ന് എനിക്ക് അറിയാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ ഇട്ട് കൊടുത്തേ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും നിന്റെ ചെവിക്കൽ അടിച്ച് പറിക്കണം, ഞങ്ങളുടെ സ്ഥാപനത്തിൽ ഈ 5 വർഷത്തിനിടയ്ക്ക് ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു സംഭവം നടക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആ കൊച്ചിനെ ഇതുപോലെ ക്രൂരത ചെയ്തു, എനിക്ക് അതിനകത്ത് ഇവൻ എന്നെ ഇഷ്യൂ ഉണ്ടാക്കി അവിടെ വന്നിരുന്നു ഇവർ പറഞ്ഞിട്ടില്ല. എന്നോട് പലതവണ ഇവരെന്നോട് പറഞ്ഞു വിലക്കിയിട്ടുണ്ട് അവനുമായിട്ട് കൂട്ടരുത്. കാരണം ഇവിടെയുള്ള പിള്ളേരെ ചരിത്രം നിനക്ക് അറിയത്തില്ല, ബാക്ക്ഗ്രൗണ്ട് നിനക്ക് അറിയത്തില്ല, നീ വന്നതേ ഉള്ളൂ. ഞാൻ പറഞ്ഞു അങ്ങനെയുള്ളവരെ നമ്മൾ ചേർത്ത് നിർത്തി സ്നേഹവും കെയറിങ് കൊടുത്തു കഴിയുമ്പോഴത്തേക്കിനും ഇവർ അതിൽ നിന്ന് മാറി വരുള്ളൂ. ഇവിടെ അത് അങ്ങനെയല്ല ചെയ്യുന്നത്. ഇവര് സ്നേഹം കൊടുക്കുക കെയറിങ് ഒന്നുമല്ല, ഇവര് അടിമപ്പണി ചെയ്യിക്കും അവിടെ ഇട്ടുണ്ട്. അതുപോലെ പ്രായഭേദമന്യേ എല്ലാവരും ഉപദ്രവമാണ്. മോഷണക്കുറ്റം ആരോപിച്ചാണ് 17കാരന് ക്രൂരമർദ്ദനമേൽക്കേണ്ടി വന്നത്. വായിൽ തുണി തിരുക്കി ചൂരലുകൊണ്ട് ശരീരം അടിച്ചു പൊട്ടിച്ചു. കുമളി അണക്കര സ്വദേശിയായ 17കാരൻ ചെറുപ്പം മുതൽ പഠിച്ചതും വളർന്നതും ഓർഫനേജിൽ നിന്നാണ്. ചെറുപ്പത്തിൽ തന്നെ അച്ഛൻ ഉപേക്ഷിച്ച് പോയതിനെ തുടർന്ന് കൂലിവേലയെടുത്ത് മാതാവ് 2 ആൺമക്കളിൽ മൂത്തവനായ ജോയലിനെ
അങ്കമാലിക്കടുത്ത് മൂക്കന്നൂരിലുള്ള ഓർഫനേജിൽ നിർത്തി പഠിപ്പിക്കുകയായിരുന്നു. 9ാം ക്ലാസ് വരെ ഇവിടെ പഠിച്ചിരുന്ന ജോയലിന് തുടർ പഠനം തുടരാനായില്ല. സ്വന്തമായ വീടില്ലാത്ത ഇവർ കുമളി അണക്കരയിൽ വാടക വീട്ടിലാണ് താമസിച്ചു വരുന്നത്. 4 മാസങ്ങൾക്ക് മുൻപ് ടെലിവിഷൻ ചാനലിൽ ഒരു ലൈവ് പ്രോഗ്രാം കണ്ടാണ് ഇവർ കട്ടപ്പന സംഗീത തിയേറ്ററിന് സമീപമുള്ള എലോഹിം ഗ്ലോബൽ വർഷിപ്പ് സെന്റർ എന്ന സ്ഥാപനത്തിലെത്തുന്നത്. പത്തനംതിട്ട, റാന്നി, ഓമല്ലൂർ, എറണാകുളം, തിരുവനന്തപുരം തുടങ്ങിയ സ്ഥലങ്ങളിൽ സെന്ററുകളുള്ള ഇവർ എല്ലാ മാസങ്ങളിലും 3ാം ശനിയാഴ്ചയാണ് കട്ടപ്പനയിൽ ആരാധന നടത്തുന്നതും ഇവിടെ നടത്തുന്ന പരിപാടി ലൈവായി പുറം ലോകത്തേക്ക് എത്തിക്കുന്നതും. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിലെ കുട്ടികളെ തങ്ങൾ സംരക്ഷിച്ച് പഠിപ്പിച്ച് ജോലി നൽകുമെന്നും സംരക്ഷണം ആവശ്യമുള്ള മുതിർന്നവരെ സംരക്ഷിക്കുമെന്നും അടക്കമുള്ള കാര്യങ്ങളാണ് ഇവർ ഓൺലൈൻ ചാനൽ ലൈവ് പരിപാടിയിലൂടെ പ്രചരിപ്പിക്കുന്നത്. ഇത് കണ്ടാണ് ജോയലും മാതാവും കട്ടപ്പനയിലെത്തിയത്. ജോയലിനെ പഠിപ്പിച്ച് ജോലി നൽകുമെന്ന് പറഞ്ഞാണ് പത്തനംതിട്ട ഓമല്ലൂരുള്ള ഇവരുടെ സ്ഥാപനത്തിലേക്ക് കൊണ്ടുപോയത്. എന്നാൽ ഇവർ ഓമല്ലൂരിൽ നടത്തിവരുന്ന വൃദ്ധസദനത്തിലാണ് ജോയലിനെയും പാർപ്പിച്ചത്. ജോയലടക്കം 4 ചെറുപ്പക്കാർ മാത്രമാണ് ഇവിടെ ഉള്ളത്. പഠിപ്പിക്കുവാൻ സ്കൂളിൽ അയക്കുമെന്ന് പറഞ്ഞിരുന്നു. എങ്കിലും വൃദ്ധസദനത്തിലെ അന്തേവാസികളെ കുളിപ്പിക്കുക, ഇവിടെ നടക്കുന്ന കെട്ടിടം പണി ജോലികൾ ചെയ്യുക, ഈ മതസ്ഥാപനവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പരിപാടികൾ ഓൺലൈനിൽ ലൈവായി കാണിക്കുവാൻ ക്യാമറ ഓപ്പറേറ്റ് ചെയ്യിക്കുക തുടങ്ങിയ ജോലികളാണ് ഇവിടെ ചെയ്യിപ്പിച്ചു വന്നിരുന്നത്. ഇക്കഴിഞ്ഞ 9ാം തീയതി കൊല്ലത്ത് നടക്കുന്ന മീറ്റിംഗ് ലൈവായി ടെലികാസ്റ്റ് ചെയ്യാൻ ജോയലിനെയും കൂട്ടി പോവുകയും 10ാം തീയതി ഓമല്ലൂരിൽ തിരിച്ചെത്തുകയും ചെയ്തു. ഇതിനിടയിൽ ഇത്തരം ജോലികൾ ചെയ്യുവാൻ തനിക്കാകുകയില്ലെന്നും തനിക്ക് പഠിക്കണമെന്നും ജോയൽ സെന്റർ നടത്തിപ്പുകാരനോട് പറഞ്ഞപ്പോൾ ഇയാൾ ക്ഷുഭിതനായാണ് സംസാരിച്ചതെന്നും ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു. ഇക്കഴിഞ്ഞ 11ാം തീയതി വൈകിട്ട് താമസിക്കുന്ന മുറിയിൽ കുളിക്കുവാനായി ബാത്റൂമിൽ ജോയൽ കയറിയ സമയം മുറിക്കുള്ളിലേക്കെത്തിയ മാനേജർ റെജി, ജീവനക്കാരനായി സിജോ, ബെന്നി എന്നിവർ ചേർന്ന് മോഷണക്കുറ്റം ആരോപിച്ച് ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. മുറി പൂട്ടിയ ശേഷം പൂർണ്ണ നഗ്നനാക്കി സിജോ എന്നയാൾ വായിൽ തുണി തിരുകിയതിനു ശേഷം മാനേജർ റെജി ഇരു കൈകളും മുൻപിലേക്ക് കൂട്ടിപ്പിടിക്കുകയും ബെന്നി എന്നയാൾ ഇരു തുടകളും പൊട്ടുന്നതുവരെ ചൂരൽ വടി കൊണ്ട് അടിക്കുകയും പുറത്തിടിക്കുകയും നടുവിൽ ചവിട്ടുകയും ചെയ്തതായും ഇവർ മുൻപ് പറഞ്ഞിരുന്നു. ഇതിന് പിന്നാലെയാണ് മുൻ ജീവനക്കാരി സ്ഥാപനത്തിനെതിരെ വൻ ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. ഇടുക്കി ലൈവ് ന്യൂസ് കട്ടപ്പന. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഡിങ്കിരി 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 പട്ടാളം. ഇത് നമ്മുടെ നിർഗുണം ചേട്ടനല്ലേ? നിർഗുണം ചേട്ടാ, നിർഗുണം ചേട്ടോ, ചേട്ടോ. ചേട്ടാ, ഇയാള് തന്നെ മിണ്ടാത്ത ചേട്ടോ, ചേട്ടോ. യോ, ഇനി ചത്തു കുത്തിയിരിക്കുന്നത് വല്ലോ ആണോ? ദൈവമേ, യോ. പേടിപ്പിച്ച് കളഞ്ഞിലാണോ നോത്തെ? എന്നെ കോപ്പിലെ പരിപാടി കാണിച്ച് ചേട്ടൻ ഇത് എന്നാ കാണിക്കുമായിരുന്നു? വിളിച്ചിട്ടാണെങ്കിൽ കേട്ടതുമില്ല. കണ്ണെന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ചിമ്മിയാല് വീനെ കിട്ടിയല്ല. എന്നിട്ട് ചേട്ടൻ ഒരു കളഞ്ഞോനെങ്കിലും കിട്ടിയോ? എന്റെ പൊന്നു നിർഗുണം ചേട്ടാ, നിങ്ങൾ ഈ വെയിലും കൊണ്ട് ഇവിടെ നട്ടുകുത്തിയിരിക്കുന്നത് പോലെ ഇരിക്കേണ്ട വല്ല കാര്യമുണ്ടോ? നിങ്ങൾ ആ ഹൈറേഞ്ച് വിലാസിലോട്ട് ചെല്ലു. അവിടെയാണെങ്കിൽ രാവിലെ വള്ളക്കാരുടെ നിന്ന് മേടിക്കുന്ന മീനെ ഉച്ചയ്ക്ക് തീമേശല, പിന്നെ കിടിലം വൈബും. എന്നാ വാടാനത്തെ, നമുക്ക് ഹൈറേഞ്ച് വില്ലാസിലേക്ക് പോകാം.